2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി. ഡൽഹി. ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണാവത്ത്. ഭാഗ്യചിഹ്നം വിരാജ്, യങ് എലഫന്റ്. മിനർവയുടെ മൂങ്ങ എന്ന പുസ്തകം രചിച്ചത് എം മോഹൻദാസ്. തിരുവനന്തപുരത്ത് വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് വെള്ളയമ്പലം. സ്കൂൾ വിദ്യാഭ്യാസ നിലവാര ഗ്രേഡിംഗ് പട്ടികയിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡ്. മോട്ടോർ വാഹന സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് IT അധിഷ്ഠിതമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ വാഹൻ. സഹകരണ സംഘത്തിന്റെ രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സഹകാർ ടാക്സി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന യാത്രാ വെബ്സൈറ്റ് കേരള ടൂറിസം. 2025 17ാമത് ബ്രിക്സ് സമ്മേളന വേദി ബ്രസീൽ. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. മലയാളിയായ പ്രശസ്ത പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ കുടുങ്ങിയത് അമേരിക്കയിലെ ഡെനാലി കൊടുമുടി. വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളർ ജസ്പ്രീത് ബുംറ. RJD സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് MV ശ്രേയാംസ് കുമാർ. 2025 ജൂണിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ B-2 ബോംബറുകളുടെ വലിയ ആക്രമണം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇസ്ഫഹാൻ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇറാൻ. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കവും ഒപ്പിയെടുക്കാൻ 52 ചാര ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം ഇന്ത്യ വിക്ഷേപിക്കുന്ന പദ്ധതി SBS-3. അപൂർവ രക്തദാതാക്കളുടെ ഡാറ്റ സംയോജിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്ന രജിസ്ട്രി ഈ രക്തകോഷ്. ലോക്പാലിന്റെ പുതിയ മുദ്രാവാക്യം പൗരന്മാരെ ശാക്തീകരിക്കുക, അഴിമതി തുറന്നു കാട്ടുക, എംപവർ സിറ്റിസൺസ്, എക്സ്പോസ് കറപ്ഷൻ. ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ എക്സർസൈസ് ഖാൻ ക്വസ്റ്റ് 2025 ആതിഥേയത്വം വഹിക്കുന്നത് മംഗോളിയ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനത്തിനുള്ളിൽ വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി വിത്തൂട്ട് പദ്ധതി.